നമസ്കാരം, ഞാൻ ഹൈഡ്രോ പവർ എഞ്ചിനീയർസ് മണിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു ഇ ടി പി പറഞ്ഞാൽ STPയുടെ ഒരു ഫിൽട്ടർ പ്രസ്സാണ് നമ്മൾ ഡെസ്പാച്ചിന് റെഡി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇന്ന് ഡെസ്പാച്ചാണ്. ഇത് പോകുന്നത് കണ്ണൂർ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റിൽ അവർ ഫസ്റ്റ് ഒരു മെഷീൻ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരു 5 മെഷീൻ സാറ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു മെഷീൻ എടുത്തിട്ട് അതിൻ്റെ ഡോസിങ്ങും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത ശേഷം പിന്നെ ബാലൻസ് 4 മെഷീൻ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫിൽട്ടർ പ്രസ്സിൽ നമ്മൾ കണ്ടാലറിയാം, ഇത് വന്നിട്ട് PP മെറ്റീരിയലാണ്. ഈ PP വന്നിട്ട് STP ETPക്ക് മാത്രമാണ് നമ്മൾ PP കൊടുക്കുന്നത്. അല്ലാന്ന് പറഞ്ഞാൽ ഓയിൽ പ്രോസസ് മെഷീനറീസിന് നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്നത് SS-ന്റെ നമ്മളെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്ലേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കുറച്ച് ഹൈജീനിക് ആയിട്ട്. ഇപ്പോൾ എല്ലാം പൊല്യൂഷൻ്റെയും ഫുഡിൻ്റെ എല്ലാം ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്താണ് SS പ്ലേറ്റ്. സോ ഇതല്ലാതെ ഞാൻ വേറെ കുറച്ചൊരു കാര്യങ്ങൾ പറയാം. ഈ ചെറിയ മിഷൻ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഞങ്ങളാണ്. അതായത് ഇത് കോംബോ ആയിട്ട് ചെയ്ത്, അതായത് ചെറിയ ചെറിയ കസ്റ്റമർക്കുള്ള വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പം നിറയെ പേര് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ക്ലോത്ത് യൂസ് ചെയ്യണം, വെളിച്ചെണ്ണയ്ക്ക് ഏതാണ്, സൺഫ്ലവറിന് ഏതാണ്, STP ETPക്ക് ഏതാണ്, അതേപോലെ ഗോൾഡിന് വന്നിട്ട് അതിനും ഒരു ക്ലോത്താണ് ഈ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇതൊരു ക്ലോത്ത്. അതല്ലാതെ ഇതിൽ ഓരോ വെറൈറ്റി ക്ലോത്തുകളുണ്ട്. മാക്സിമം 10-40 വെറൈറ്റി ക്ലോത്തുകളാണ് നമ്മുടെ അടുത്തുള്ളത്. പാം ഓയിലിനോ റീഫൈൻഡ് ഓയിലിനോ സൈനൈഡിന് അടക്കമുള്ള ക്ലോത്തുകളുണ്ട്. സൈനൈഡ് എന്തിനാണോ ചോദിക്കും. സൈനൈഡും ചില പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനുള്ള ക്ലോത്ത് അടക്കം നമ്മുടെ അതിന് വരുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് പാം ഓയിലിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് 10-20 വർഷം എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ ഫിൽട്ടർ പ്രസ്സിൻ്റെ കാര്യത്തിൽ നിറയെ പേര് ഇത് എന്താണെന്ന് അറിയാണ്ട് 60-ന് കിട്ടുന്നു 50-ന് കിട്ടുന്നു പറഞ്ഞ് വാങ്ങി നിറയെ കസ്റ്റമർക്ക് ഞങ്ങൾ റീകമ്മീഷനിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് ഫ്രെയിം കൂട്ടിയെന്നല്ല, ഇതിൻ്റെ കോൺസെപ്റ്റ്, ഇത് എത്ര പ്രഷർ വെക്കണം, പൈപ്പ് എത്ര തുറക്കണം, അതായത് ഓരോന്നിനും ഏത് ക്ലോത്ത് യൂസ് ചെയ്യണം, അതൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഓരോ ക്ലോത്തിൻ്റെ വേരിയേഷൻ. അപ്പോൾ ഇത് എന്ത് യൂസ് ചെയ്യണം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. അല്ല വാങ്ങിച്ചു നമ്മൾ കൊണ്ടുപോയി നിറയെ കസ്റ്റമർ ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാം എന്താണെന്ന്, എങ്ങനെയാണെന്ന് അറിയണം. ഇപ്പോൾ STPക്ക് ആണെങ്കിൽ അതിൽ കുറേ ഡോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്താണെന്ന് അറിയണം. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്കുള്ള കാര്യങ്ങളുണ്ട്, അത് എത്ര പ്രഷർ വെക്കണം, എന്നാലേ ക്ലാരിറ്റി വരുള്ളൂ, എത്ര ഔട്ട്പുട്ട് വരുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇതറിയാത്ത നിറയെ പേരുണ്ട്. ഇതല്ലാതെ നമ്മൾ ഇതിന് ഇപ്പോൾ ഫുഡ് ഐറ്റംസ്, സെറാമിക്സ്, ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ ഹോസ്പിറ്റലിൽ നിറയെ വേസ്റ്റ് വാട്ടർ വെളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ നിറയെ ഹോസ്പിറ്റലുകൾക്ക് സീൽ വെക്കാൻ പോയിട്ടുണ്ട്. ആ സൈറ്റിക്കൊക്കെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വന്നിട്ട് അവർ ഫിൽട്ടർ പ്രസ് വാങ്ങിച്ച് പഴയത് വയ്ക്കും, പക്ഷെ അവർ യൂസ് ചെയ്യില്ല. അതൊക്കെ ഞാൻ റീകമ്മീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റീകമ്മീഷൻ ചെയ്ത പെയിൻറ്റിങ് കഴിച്ച് എല്ലാ ഫുൾ സർവീസും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലോത്ത് എന്താണ് ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതിൻ്റേതായ കറക്റ്റായിട്ടുള്ള കമ്പനികളിൽ പോയിട്ട് നിങ്ങൾ നോക്കിയിട്ട് മെഷീൻ എടുക്കുക. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഞങ്ങൾ കാലിക്കറ്റിൽ വന്നിട്ട് അടുത്ത അഗ്രിയുടെ ഇത് നമ്മൾ വരുന്നുണ്ട്. സോ അതിന് വന്നിട്ട് അവിടെ ETP STP ഇതെല്ലാം നമ്മളിപ്പോൾ അവിടെ ഒരു പ്രസൻറ്റ് ചെയ്യുന്നതിന്. അതേപോലെ മെയിനായിട്ട് ഇപ്പോൾ ETPക്ക് ഫുൾ ആൻഡ് ഫുള്ള് നമ്മൾ ഫുൾ കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഓയിൽ പ്രോസസ്സിൻ്റെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പോയിക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ETP STPന് നമ്മൾ നിറയെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഫുൾ ആൻഡ് ഫുള്ള്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് വന്നിട്ട് ഫുൾ പ്രഷറാണ് പൊല്യൂഷൻ്റെ ഇതിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ മെയിനായിട്ട് പൊല്യൂഷൻ്റെ ഇത് ഇപ്പോൾ ഹോസ്പിറ്റലായാലും റിസോർട്ടായാലും നിങ്ങൾ റെസ്റ്റോറൻറ്റ്, ചെറിയ ചെറിയ കമ്പനികൾ, കിച്ചൺ ഐറ്റംസിൻ്റെ കമ്പനികളൊക്കെ നിറയെ നാട്ടിലുണ്ട്. സോ അതിന് ETP STPക്ക് എത്ര കപ്പാസിറ്റി, എത്ര ക്വാളിറ്റി ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് ഫിൽട്ടർ പ്രസ്സിൻ്റെ ഇതെല്ലാം നമ്മൾ ഓൾ പ്രോസസ്സ് ഒരു ദിവസം വന്നിട്ട് 1 lakh ലിറ്റർ സ്ലെഡ്ജ് പ്രോസസ്സ് ചെയ്യുന്ന മെഷീൻ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീൻ വേണമെങ്കിലും കമ്മീഷൻ ചെയ്ത് കൊടുക്കുക, ഇല്ല അവിടെ പ്ലാന്റ് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫിൽട്ടർ പ്രസ്സിൻ്റെ ETPയുടെ ഫിൽട്ടർ പ്രസ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ കോൺടാക്ട് ചെയ്യുക. കോയമ്പത്തൂരാണ് ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സ്. നിങ്ങൾ നെറ്റിൽ അടിച്ചാൽ തന്നെ നമ്മുടെ കമ്പനി വരും. അതല്ല നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിൽ STP ETPയുടെ ഉണ്ട്, ഓയിൽ പ്രോസസ് ഉണ്ട്. മാക്സിമം ടെക്നിക്കലായിട്ട്, അതല്ലാതെ ഹൈഡ്രോളിക് സർവീസ്, ഹൈഡ്രോളിക് പുതിയത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 400-500 ടൺ വരയ്ക്കും നമ്മുടെ അടുത്തുള്ള ഹൈഡ്രോളിക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഹൈഡ്രോളിക് ഏതായാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. സോ അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് വെച്ച് നെക്സ്റ്റ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്.